നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തം. വിവാദത്തിനിടെ PSC യോഗം തുടരുന്നു. PSC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്രമക്കേട് പരിശോധിച്ച് ഗൌരവമുള്ള നടപടിയുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി സണ്ണി ജോസഫിന് പിന്നാലെ ടി സിദ്ദിഖും ബന്ധു നിയമന വിവാദത്തിൽ. ഭാര്യയുടെ ബിസിനസ് പങ്കാളി പ്രണവ് ഹരിയെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിനെതിരെ വയനാട്ടിൽ പടയൊരുക്കം. ശുപാർശ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയം. കത്തയച്ചും നേരിട്ട് കണ്ടും യൂത്ത് കോൺഗ്രസുകാർ. മെഡിക്കൽ ഷോപ്പിന്റെ മറവിലും ലഹരി വിൽപ്പനയെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കും. കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകിയാൽ നടപടി. ഓപ്പറേഷൻ തൂഫാൻ കർശനമാക്കി പോലീസും എക്സൈസും. ഉപനേതാവിനെ തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിക്കിടെ LDF യോഗം ചേരാൻ തിരക്കിട്ട നീക്കം. സമാധാനത്തിൽ പോകുന്നതിനിടെ CPIയെ പ്രകോപിപ്പിച്ച് പിണറായി വിജയന്റെ പ്രസ്താവന. പരസ്യമായി അതൃപ്തി പ്രഖ്യാപിച്ച് CPI നേതൃത്വം ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും. UDF പ്രവേശനത്തിന് പാലായിലെ ഭരണപ്രതിസന്ധി ജോസ് വിഭാഗം സാധ്യതയാക്കുമോ? കോൺഗ്രസിനെ പിന്തുണച്ചാൽ വഴിയൊരുങ്ങുക വൻ രാഷ്ട്രീയ മാറ്റത്തിന്. പാലായെ അനാഥമാക്കില്ലെന്ന് ജോസ് കെ മാണി. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് സ്വതന്ത്ര മുന്നണിയുമായി ബന്ധപ്പെട്ട് അവർ ചില തീരുമാനങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അത് പാലായുടെ വികസനത്തിന് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പൊതുജനം പറയുന്നു. സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിച്ച കോൺഗ്രസ് പ്രാദേശിക നീക്കത്തിൽ KPCC ഇടപെടൽ ഉണ്ടാകും. പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് വിട്ട് 100ഓളം പേർ കോൺഗ്രസിൽ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയുടെ വിധി അടുത്ത തിങ്കളാഴ്ച. ഇന്നത്തെ വിധി പ്രഖ്യാപനം മാറ്റിയത് ജഡ്ജിയുടെ അസൗകര്യം മൂലം. ചെന്താമര പുറത്തിറങ്ങുന്നത് പേടിയെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ. കൂറുമാറ്റമുണ്ടായെങ്കിലും തെളിവുകൾ ചെന്താമരയ്ക്കെതിരെന്നും തക്കതായ ശിക്ഷ കിട്ടുമെന്നും പ്രോസിക്യൂഷൻ. പത്തനംതിട്ടയിലെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ കൊടിയ മർദ്ദനം. കാലിൽ ബൂട്ടിട്ട് ചവിട്ടി, മുടി പിടിച്ചു വലിച്ചു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നു. പോലീസ് 3ാം മുറ. 13കാരി വൈരാഗ്യം തീർക്കാൻ നൽകിയ പരാതിയിൽ ഉൾപ്പെട്ടയാൾക്കെതിരെ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ തടഞ്ഞ ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. കോർപ്പറേഷൻ ജീവനക്കാരൻ സുമേഷിനെ ഓട്ടോറിക്ഷയിടിച്ച് തെറിപ്പിച്ചു. സംഭവം ഇന്ന് പുലർച്ചെ സെൻട്രൽ തിയേറ്ററിന് മുന്നിൽ. കർശന നടപടിയുണ്ടാകുമെന്ന് മേയർ VV രാജേഷ്. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തം. പിന്തുണയുമായി ട്രേഡ് യൂണിയനുകൾ. ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് ജീവനക്കാരെ അകത്ത് കയറ്റി DYFI. ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരെ കണ്ട് ലേബർ കമ്മീഷണർ. കമ്പനി പ്രതിനിധി വന്നില്ല. തൊഴിൽ മന്ത്രിയുടെ ചർച്ച 10ാം തീയതി. ലേബർ കോഡിന്റെ ഗുരുതര പ്രത്യാഘാതമെന്ന് INTUCയും DYFIയും. സ്ത്രീ സൗജന്യ യാത്ര മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വിദ്യാർത്ഥികളുടെ നിരക്ക് കൂട്ടുന്നതും ചർച്ച ചെയ്യും. പ്രിയദർശിനി പദ്ധതിയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് സ്വകാര്യ ബസ് പണിമുടക്ക്. പരിഹാരമായില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കെന്ന് ഉടമകൾ. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. സന്ദർശിക്കുന്നത് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങൾ. ലക്ഷ്യം ആക്ട് ഈസ്റ്റ് നയത്തിലൂടെ പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കൽ. പശ്ചിമേഷ്യൻ സംഘർഷകാലത്ത് ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ച ഖത്തറിന് ദോഹയിലെത്തി നന്ദി പറഞ്ഞ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദുമായി കൂടിക്കാഴ്ച.
ഇന്ത്യൻ സമൂഹവുമായും ചർച്ച നടത്തി. 15-ാം തീയതി വരെ നീളുന്ന വിദേശ സന്ദർശനത്തിൽ മറ്റ് GCC രാജ്യങ്ങളും അമേരിക്കയും സന്ദർശിക്കും. അമേരിക്ക വധിച്ച അയത്തുള്ള അലി ഖമനേയ്ക്ക് വിട നൽകാൻ ഇറാൻ വിലാപയാത്ര തുടങ്ങി. ട്രംപിന് മരണമെന്നെഴുതിയ ബാനറുകളുമായി വഴിയോരങ്ങളിൽ ജനപ്രവാഹം. വിലാപയാത്ര നാളെ ഖോമിൽ. ഇറാഖിലെ പുണ്യസ്ഥലങ്ങൾ വലം വയ്ക്കും. സംസ്കാരം വ്യാഴാഴ്ച അയത്തുള്ളയുടെ ജന്മനാട്ടിൽ. ഇസ്രയേലിന്റെ ഭീഷണി മൂലം ചടങ്ങുകളിൽ എത്താതെ മുജ്തബ ഖമനേ. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. തലസ്ഥാനമായ കീവിലേക്ക് ഇന്നലെ രാത്രി തുടർ മിസൈൽ ആക്രമണങ്ങൾ. പലതവണ ആക്രമണമുണ്ടായെന്ന് വാർത്താ ഏജൻസി AFP. തന്ത്രപ്രധാന പട്ടണമായ കൊസ്റ്റാറിന്റെ പിടിക്കാനുള്ള പോരാട്ടം ശക്തമാക്കി റഷ്യ. കരുത്തോടെ ചെറുത്ത് യുക്രൈൻ. ലോകകപ്പിന്റെ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്. എർലിംഗ് ഹാലൻഡിന്റെ നോർവേയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. 7 ഗോളുകളുമായി ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പം. ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്താകുന്നത് 1990 ശേഷം ആദ്യം. വിരമിക്കൽ പ്രഖ്യാപിച്ച് സൂപ്പർ താരം നെയ്മർ. മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തയിലേക്ക് വിശദമായി. കോൺഗ്രസ് സർക്കാരിൽ വീണ്ടും ബന്ധു നിയമന നീക്കം. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താനാണ് മന്ത്രിയുടെ ശുപാർശ. പ്രണബ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്നാണ് ആവശ്യം. വയനാട്ടിലെ കോൺഗ്രസിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഇതിനെതിരെ ഉയരുന്നത്. നിരവധി പരാതികൾ ലഭിച്ചതോടെ മന്ത്രിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി തീരുമാനം വൈകിപ്പിക്കുകയാണ്. മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയ തീരുമാനം വിവാദമായതോടെ പിൻവലിച്ചിരുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കോൺഗ്രസിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇത്തവണ കുരുക്കിലാകുന്നത് കൃഷിമന്ത്രി ടി സിദ്ദിഖാണ്. സിദ്ദിഖിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ അദ്ദേഹം ശുപാർശ ചെയ്ത പേരാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമാകുന്നത്. പ്രണബ് ഹരി എന്ന ആളെയാണ് സിദ്ദിഖ് തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകിയത്. പ്രണബ് ഹരി കൃത്യമായ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളല്ല. പക്ഷേ അദ്ദേഹം ടി സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയാണ്. അതാണ് ഇപ്പോൾ വിവാദങ്ങൾ കാരണം. ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ എങ്ങനെ പേഴ്സണൽ സ്റ്റാഫിൽ കൊണ്ടുവരുന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, കൽപ്പറ്റയിലെ യുവ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ എതിർപ്പുമായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ചില നേതാക്കൾ നേരിട്ട് മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പശ്ചാത്തലം നേരിട്ടില്ലാത്ത, കോൺഗ്രസിനെ പലപ്പോഴും പ്രശ്നത്തിലാക്കിയിട്ടുള്ള ആളെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി, അതും വളരെ പ്രധാനപ്പെട്ട അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പോലെ ഉയർന്ന തസ്തികയിൽ ഉയർന്ന ശമ്പളം നിയമിക്കുന്നത് അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പരാതി പ്രവാഹം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഈ ഫയൽ പിടിച്ചുവച്ചിരിക്കുകയാണ്. ഇതുവരെയും നിയമനത്തിന് അനുമതി നൽകിയിട്ടില്ല. മന്ത്രിയുടെ ഭാര്യയുടെ ബിസിനസ് പങ്കാളി എന്നത് മാത്രമാണ് ഇയാൾക്ക് കോൺഗ്രസുമായുള്ള ബന്ധമെന്ന ആരോപണവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. നേരത്തെ KPCCയുടെ അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമിച്ച് വിവാദമായിരുന്നു. തുടർന്ന് വിവാദം ശക്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് രാജിവെച്ച് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ മന്ത്രി ബന്ധുവിനെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ഇതുവരെയും പല മന്ത്രിമാർക്കും പ്രൈവറ്റ് സെക്രട്ടറിമാർ അടക്കമായിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പല ഓഫീസുകളുടെയും പ്രവർത്തനം നേരാവണ്ണം നടക്കാൻ കഴിയാത്തതും പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ്. കഴിഞ്ഞ ദിവസം K മുരളീധരൻ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒരു അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും രാജിവെച്ചു. അതും ഓഫീസിലെ തർക്കങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ടി സിദ്ദിഖ് തന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താനുള്ള വഴിവിട്ട നീക്കം നടത്തുന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. അതേസമയം ബന്ധു നിയമന വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി ടി സിദ്ദിഖ് രംഗത്ത് വന്നു. പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം അനാവശ്യമെന്നാണ് മന്ത്രി പറയുന്നത്. പ്രണബ് കെ ഹരിയെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. MLA എന്ന നിലയിൽ താൻ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ടീം ഹെഡാണ് പ്രണവ്. അദ്ദേഹത്തെ ബിസിനസ്സുകാരനായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നും ടി സിദ്ദിഖ് പറയും. പ്രണവ് സി ഹരി എന്ന് പറയുന്ന പയ്യൻ ദുരന്തത്തിന് ശേഷം ഞാൻ നടത്തിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ നെടുന്തൂണായ പയ്യൻ. എന്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ എല്ലാ ഏകോപനത്തിനും നേതൃത്വം കൊടുക്കുന്ന ടീം ഹെഡായി പ്രവർത്തിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് പ്രണവ് സി ഹരി. അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് വാർത്തയിൽ ചിത്രീകരിച്ചത്. വാർത്തയിൽ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഞാൻ അങ്ങനെ ശുപാർശ ചെയ്തിട്ടില്ല. ഇപ്പൊ ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത തീർത്തും തെറ്റാണ്.
കോറോ ഹെൽത്ത് കമ്പനിയിലെ പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനാ നേതാക്കൾ ജീവനക്കാരെ പിന്തുണച്ച് കോറോ ഹെൽത്ത് ഓഫീസിലെത്തി. ജീവനക്കാരെ അകത്ത് കയറ്റാതെ അധികൃതർ ഓഫീസ് പൂട്ടിയിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിച്ചു. കയറി ബാത്റൂമിലോ മറ്റോ പോകേണ്ടതൊക്കെ പോയിക്കോ. നിങ്ങളെ സ്ഥാപനമല്ലേ, നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകണ്ടല്ലേ. രാവിലെ മുതലേ കിടക്കാണ് പുറത്തേക്കാണ്. ഇല്ല, നിങ്ങൾക്ക് പ്രാഥമിക വിദ്യാലയം അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ടോയ്ലറ്റ് പോകാനൊക്കെ ഉണ്ടോ പോയിക്കോ. നിങ്ങളെ സ്ഥാപനമാണ്, കയറുന്നവർ കയറിക്കോളി. ആരും ഒന്നും ചെയ്യാനോ പോകുന്നില്ല. ഇവിടെ സൗകര്യമുണ്ട്. അതുകൊണ്ട് തുറന്നു നമുക്ക് നോക്കാം. അത്രല്ലാത്തവരൊക്കെ നിങ്ങളെ സ്ഥാപനമാണല്ലോ, അവരെന്തോ തീരുമാനം ഉണ്ടായിക്കോട്ടെ. ടോയ്ലറ്റ് പോകണോ, അകത്തിരുന്നോ, അത് പിന്നെ പോകണേ പോവാലോ. അതേസമയം 10-ാം തീയതി മന്ത്രിതല ചർച്ച നടക്കുമെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഹയർ ഒഫീഷ്യൽസിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കണം. അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന ഒരു തീരുമാനത്തിലാണ് പിരിഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് രാവിലെ അവർക്ക് 6-ാം തീയതി ഇന്ന് രാവിലെ അവർക്ക് എത്താൻ സാധിക്കില്ല, 10-ാം തീയതി ആക്കണം എന്ന് അവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ ലേബർ ഓഫീസറും എല്ലാം വന്നിട്ട് ഇന്ന് കുട്ടികളുടെ വിവരങ്ങൾ എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് മീറ്റിങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം നമ്മളുടെ കുട്ടികൾ കുറേ പേര് അവരുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ ആരെയും ഓഫീസിലേക്ക് കയറ്റിയിട്ടില്ല. ഇത്രയധികം കുട്ടികൾ, 800ഓളം കുട്ടികൾ നമ്മളുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർ, മെഡിക്കൽ കോഡിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഇല്ലാതാവുക, ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കിലെടുത്താണ് മിനിസ്റ്റർ ഈ മീറ്റിങ്ങിന് പങ്കെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്പനി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. കമ്പനിയിലെ കുട്ടികൾ, കോറോ ഹെൽത്തിലെ കുട്ടികൾ ട്രേഡ് യൂണിയൻസ് ആയിട്ട് വിശദമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ കമ്പനി തുറന്ന് പ്രവർത്തിക്കും. കുട്ടികൾക്ക് അവിടെ ഇരിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. 10-ാം തീയതി കമ്പനി റീസ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഗവൺമെന്റിന് അതിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം അവർക്ക് വേണമെങ്കിൽ വാട്ട് എവർ സപ്പോർട്ട് നീഡഡ് അത് സർക്കാർ ചെയ്തു കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരിട്ട് തന്നെ വന്ന് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ടിൽ ദെൻ നമ്മൾ ക്ലോഷറുമായിട്ടോ ഒന്നും ലീഗൽ പ്രൊസീജിയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൾസോ നോട്ട് സ്റ്റാർട്ടിംഗ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു ഹാപ്പൻ. അതുവരെ തുടർന്ന് പോകുന്നതാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറാൻ PSC യോഗത്തിൽ തീരുമാനം. പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കും. ചെയർമാനെതിരെ യോഗത്തിൽ ശക്തമായ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. BV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ആഭ്യന്തര വിജിലൻസിന് അന്വേഷണം കൈമാറാനുള്ള നീക്കം ചെയർമാൻ അട്ടിമറിച്ചതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ അതേ തീരുമാനമുണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ യോഗത്തിൽ തീരുമാനിച്ചത് PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും അവിടെ പോലീസിൽ നിന്നുള്ള SP ഡെപ്യൂട്ടേഷനിൽ വിജിലൻസിന്റെ ചുമതലയിലുണ്ട്. അതുകൊണ്ട് തന്നെ SPക്കാകും അന്വേഷണമെന്ന ഒരു ധാരണയാണ് ഉണ്ടായത്. എന്നാൽ PSC ചെയർമാനും PSCയും വ്യക്തമാക്കിയത് ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആഭ്യന്തര വിജിലൻസ് എന്ന് പറയുമ്പോൾ PSCയിൽ ആഭ്യന്തര വിജിലൻസിന്റെ കൺവീനർ, കമ്മിറ്റിയുടെ കൺവീനർ പരീക്ഷാ കൺട്രോളറാണ്. അദ്ദേഹമാണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അന്വേഷണത്തിന് വെള്ളം ചേർക്കാൻ PSC ഇടപെട്ടിട്ടില്ല, കൃത്യമായി തന്നെ നിലപാടെടുത്തത്. പക്ഷേ വലിയ വിമർശനം അതിൽ ഉയർന്നു വന്നു. അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമാണ് PSC ചെയർമാന്റെ നീക്കമെന്ന വിമർശനം ഉയർന്നു വന്നു. സർക്കാർ മറ്റു തരത്തിൽ അന്വേഷണത്തിലുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള നിയമവഴികൾ, നിയമോപദേശം മറ്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തേടി. അതിനിടെയാണ് PSC യോഗം ചേർന്നത്. യോഗത്തിൽ അംഗങ്ങൾ PSC ചെയർമാന്റെ നിലപാടിനെതിരെ വിമർശനം ഉന്നയിച്ചു. PSCയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. ആഭ്യന്തര വിജിലൻസ് പറയുമ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിലൊക്കെ SP തന്നെയാണ്
അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത്തരം തീരുമാനമായിരുന്നു വേണ്ടിയിരുന്നത്. ഇത് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾക്കിടയാക്കിയെന്ന അഭിപ്രായം അംഗങ്ങളിൽ ചിലർ മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് നേരത്തെയുള്ള നിലപാട് ചെയർമാൻ തിരുത്തിയത്. ആഭ്യന്തര വിജിലൻസ് SP പോലീസിൽ നിന്ന് അവിടെ ഡെപ്യൂട്ടേഷനുള്ള വിജിലൻസിന്റെ PSC വിജിലൻസിന്റെ SP തന്നെ ഈ കേസ് അന്വേഷിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടാകുന്നത്. നേരത്തെയുള്ള ഉത്തരവ് റദ്ദാക്കാനും PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കാനിടയില്ല. നിരവധി പരാതികൾ സർക്കാരിന് മുഖ്യമന്ത്രിക്കടക്കം ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം വൈകാതെ പ്രഖ്യാപിച്ചേക്കും. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഇതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇതിലൊരു തീരുമാനമുണ്ടാകും. മന്ത്രിസഭാ യോഗത്തിലടക്കം നേരത്തെ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ശക്തമായ നടപടി കൂടിയേ തീരുവെന്ന് പല മന്ത്രിമാരും അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മന്ത്രി ജനീഷ് കുമാർ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. മുഖ്യമന്ത്രി നേരത്തെ പരാതി നൽകിയിരുന്നു. ഏതായാലും ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് പോലീസിന്റെ ഉന്നത അന്വേഷണത്തിനും തീരുമാനമെടുത്താൽ അത്ഭുതപ്പെടാനില്ല. ഏതായാലും ഇത് വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് വിജിലൻസിന്റെയും വിലയിരുത്തൽ. ഏതായാലും ഇന്ന് നേരത്തെയുള്ള പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ SP കൊണ്ട് അന്വേഷിപ്പിക്കാൻ PSC യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് ഉണ്ടായത്. വലിയ സംഘർഷമായി ആ സമരം മാറി. പോലീസ് ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കുന്ന സംഘർഷത്തിലേക്ക് ആ സമരം മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം വിഷയത്തിൽ ഉയർന്നു വരികയാണ്. PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടാതെയുള്ള സമീപനം വേണമെന്നാണ് ആവശ്യം. ഇന്ന് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. അന്വേഷണത്തിന്റെ കാര്യം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അരുൺ, ഇക്കാര്യത്തിൽ ഈ ചെയർമാന്റെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ LDFന്റെ ഭരണസമയത്ത് ചുമതലയേറ്റ അംഗങ്ങളാണ് ഭൂരിപക്ഷവും ഉള്ളത്. ആ സാഹചര്യങ്ങളൊക്കെ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ നടപടിയിലൂടെ ആ പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കുമെന്നാണോ കരുതുന്നത്? മാത്രവുമല്ല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ നടന്ന പരീക്ഷയ്ക്കെതിരെയും ഒക്കെ വ്യാപകമായ വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അംഗങ്ങളിൽ പലരും കഴിഞ്ഞ കമ്മീഷൻ കഴിയുമ്പോൾ വിചാരിച്ചത് ഇത് ആഭ്യന്തര വിജിലൻസിന്റെ SP തന്നെ അന്വേഷിക്കുമെന്നുള്ളതാണ്. കാരണം നേരത്തെ ഇതിന് സമാനമല്ലെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി കോളേജിലെ കുപ്രസിദ്ധമായ കത്തിക്കുത്ത് കേസിലെ പ്രതികൾ പിന്നീട് അന്നത്തെ SFIയുടെ നേതാക്കൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയം വന്നപ്പോൾ ഇതുപോലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് തന്നെയാണ് PSC തീരുമാനിച്ചത്. അന്ന് അന്വേഷിച്ചത് വിജിലൻസ് SP ആണ്. അതേ രീതിയിലാകും അന്വേഷണം എന്നൊരു ധാരണയായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾക്ക് മാത്രം ഉണ്ടായതല്ല, PSC അംഗങ്ങൾക്ക് പോലും ഉണ്ടായത്. ഏതായാലും അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് അംഗങ്ങൾ അത് വേണ്ടിയിരുന്നില്ല, നേരത്തെ തന്നെ ആ തീരുമാനത്തിലേക്ക് പോകേണ്ടതായിരുന്നു, അനാവശ്യ പ്രചരണം പുറത്തുണ്ടായി, PSCയുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമായി ഇത് മാറി എന്ന അഭിപ്രായം യോഗത്തിൽ പ്രകടിപ്പിച്ചത്. അതിനൊടുവിലാണ് ചെയർമാൻ ഇത്തരമൊരു തീരുമാനം അറിയിച്ചത്. പക്ഷേ അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. കാരണം ഇത് സർക്കാരിൽ നിരവധി പരാതികളുണ്ട്, നിവേദനങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരിട്ടെത്തി പല ഉദ്യോഗാർത്ഥികളും PSCയിലെ കഴിഞ്ഞ കാലങ്ങളിലെ രണ്ടുക സൂചിപ്പിച്ചതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെയും അതുപോലെ തന്നെ PRDയിലെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പരീക്ഷയുമൊക്കെ ക്രമക്കേടുകൾ പലതരത്തിൽ നടന്നുവെന്ന പരാതി സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് സർക്കാരും കടന്നേക്കും. നിയമോപദേശമൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തേടിയിട്ടുണ്ട്. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗമാകും ഇത് PSCയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിന് പുറമെ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ അന്വേഷണം വിജിലൻസിന് തന്നെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടി PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതേസമയം വിവാദ നിയമനങ്ങളിൽ സർക്കാരും അന്വേഷണം പ്രഖ്യാപിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് ഉടൻ കൈമാറും. PSC ക്രമക്കേട് സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടുന്നുണ്ടല്ലോ ബുധനാഴ്ച. ആ കാര്യത്തിൽ ആ തീരുമാനം ബുധനാഴ്ച ഉണ്ടാകും. മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ട് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. മെഡിക്കൽ ഷോപ്പിന്റെ മറവിൽ പലർക്കും ലഹരി ലഭിക്കുന്നതായി വിവരമുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകാർ മരുന്ന് കൊടുക്കരുത്. പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ മെഡിക്കൽ ഷോപ്പും ഇല്ല. ചില മെഡിക്കൽ ഷോപ്പുകളിൽ കുറിപ്പടിയില്ല, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ, ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുത്ത് അത് ലഹരിക്ക് പകരം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകാരെങ്കിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പിൻവലിയണം, അവർ മാറണം. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുത്താൽ
ഒരു സംശയവും വേണ്ട, നടപടി ഉണ്ടാകും. പോലീസ് അവരുടെ പിന്നാലെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരനുമായിട്ട് ഞാൻ ഇന്ന് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരം ഡ്രഗ് മെനസിന് വേണ്ടി കൂട്ടുനിൽക്കാൻ പാടില്ല. പാലക്കാട് അട്ടപ്പാടി വനമേഖലയിലെ കഞ്ചാവ് ചെടികൾ നശിപ്പിച്ച് വനംവകുപ്പ്. 260 കഞ്ചാവ് ചെടികൾ വിവിധയിടങ്ങളിൽ നിന്ന് പിഴുതുമാറ്റി. രഹസ്യ വിവരത്തെ തുടർന്ന് അട്ടപ്പാടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മലയിടം തുരുത്തൊഴിപ്പിക്കലിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിലെ നടപടികൾ 1 വർഷത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം. ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. 1 വർഷത്തിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കും എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേ. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായി സ്വകാര്യ ബസ് ഉടമകൾ. കാസർഗോഡ് സർവീസുകൾ നിർത്തിവെച്ച് സൂചനാ പണിമുടക്ക് നടത്തി. ബസ് ഉടമകളുടെ അടിയന്തര ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെയും തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും കളക്ടറേറ്റ് മാർച്ചും നടത്തിയത്. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഇന്ന് സൂചനാ പണിമുടക്കാണ്. നമ്മോടൊപ്പം ബസ് ഉടമകളും അതുപോലെ തന്നെ ബസ് തൊഴിലാളികളും ചേരുന്നു. എന്താണ് ഇപ്പോൾ തീരുമാനം? ഇപ്പോൾ ഇന്നൊരു സൂചനാ സമരം മാത്രമാണോ? എങ്ങനെയാണ് ഇനി ഭാവി പ്രതിഷേധ പരിപാടികൾ? ഇന്ന് ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ ചരിത്ര സംഭവമായിരിക്കും. കാരണം ബസ് ഉടമകളും തൊഴിലാളികളും യോജിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സൂചന. ഈ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അടുത്ത ജൂലൈ 20 മുതൽ 25 സെക്രട്ടേറിയറ്റ് പടിക്കലിൽ വെച്ച് ഞങ്ങൾ ഇതേ രീതിയിലുള്ള സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല നല്ല വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ തരുന്നുണ്ട്. ടിവിയിലും ചാനലൊക്കെ നല്ല വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇന്നുവരെ എത്തിയിട്ടില്ല. അവർ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു 90 ദിവസം. ഒരു കൂട്ടക്കാരെ പഠിക്കാൻ തുടങ്ങി 14 വർഷമായി. രാമേന്ദ്ര കമ്മീഷൻ ആക്കിയിട്ട് ഇന്നുവരെ അത് പഠിച്ചു കഴിഞ്ഞില്ല. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ആക്കി 100 ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട്. 100 ദിവസം 20 ദിവസം മാത്രമേ ആയതുള്ളൂ. 20 ദിവസം വന്നതാ എൻ്റെ പുറകിൽ കാണുന്നില്ലേ? ഈ തൊഴിലാളികളുടെ പട്ടിണിയിലേക്കാണ് വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വേറെ വഴിയില്ല. ഞങ്ങൾ സമരം നടത്തേണ്ട ആൾക്കാരല്ല. ഞങ്ങൾ പൊതുവെ സമരത്തിനെതിരാണ്. പക്ഷേ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംവിധാനം പ്രിയദർശിനി സൗജന്യ യാത്ര ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ അത് മറ്റൊരു വിഭാഗത്തെ താഴ്ത്തിക്കൊണ്ട് ആയിക്കൂടാ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് മന്ത്രി തന്നെ പറഞ്ഞിന് 5000 കോടി ഇൻവെസ്റ്റ് നടത്തിയിട്ടുള്ളതാണ് സ്വകാര്യ ബസ്സുകൾ. ഒരു ബസ്സിന് 50 ലക്ഷം രൂപ വരെ വില വരുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടിയാണ് ഇപ്പോൾ നിർത്തിയിട്ടിട്ട് ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വമ്പിച്ച സമരമാണ്. കാസർഗോഡിലെ ചരിത്ര ലിപികളിൽ എഴുതപ്പെടുന്നത്. കാരണം തൊഴിലാളികളും ഉടമകളും കൂടി ചെയ്തതെന്ന്. രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഈ പരിപാടിക്ക് പോകുന്നത്. 350ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അതിൽ കാസർഗോഡ് 350 സർവീസ് ഉണ്ടെങ്കിൽ അതിൽ 128 KSRT സർവീസുകളുണ്ട്. ഇൻട്രസ്റ്റേറ്റ് ആയിട്ടും ലോക്കൽ ബസ്സായിട്ടും. ഈ 350 ബസ്സുകളുടെ ഇടയിൽ 128 KSRT സൗജന്യ യാത്ര നടത്തുമ്പോൾ അതിനോട് പാരലായിട്ട് ഓടുന്ന ഒരു ബസ്സിന് ഇന്ന് കളക്ഷൻ ഇല്ല. അപ്പോൾ കുറച്ച് വണ്ടികൾ കളക്ഷൻ മറ്റു റൂട്ടുകളിൽ ഉണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ബസ്സുകൾക്കും കളക്ഷൻ ഇല്ലാതെ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പല ബസ്സുകളും നിർത്തിവെച്ച് പിന്നെ G-ഫോം കൊടുക്കുന്ന പല ബസ്സുകൾ G-ഫോം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. G-ഫോം പെർമനൻ്റായിട്ട് നിർത്തിയിടാം. മറ്റേ ആണെങ്കിൽ 1-2 ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പല ബസ്സുകൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാതെ ആവശ്യമുള്ള ട്രിപ്പുകൾ മാത്രം ഓടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നുള്ളത്. നമ്മോടൊപ്പം തൊഴിലാളികളും ചേരുന്നു. എന്താണ് ഒരു സാഹചര്യം? നമ്മൾ ആകെ പ്രതിസന്ധിയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ ആകെ പട്ടിണി കിടക്കുന്ന ഒരു പരിപാടിയിൽ. പ്രിയദർശിനി ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷേ നമ്മളെ പ്രൈവറ്റ് ബസ്സുകാരെ അന്നത്തിന് കല്ലിട്ടിട്ട് ഇത് പരിപാടി വേണോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഇത്ര എല്ലാവർക്കും കുടുംബമുള്ളതാണ്. പ്രൈവറ്റ് ബസ്സുകാരും മനുഷ്യന്മാരാണ്. അവർക്കും ജീവിക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി പറഞ്ഞ് ഇങ്ങനത്തെ ഒരു നമ്മൾക്ക് ഇത് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആരും ചെയ്തുകൂടാ. ഇനി മേലിൽ ഇങ്ങനത്തെ സർക്കാർ വന്നുകൂടാ തന്നെ നമ്മൾ പറയുന്നത്. അത്രേ പറഞ്ഞെങ്കിൽ നമ്മളെ അന്നത്തിന് കല്ലിട്ടിട്ട് ഇവർ പ്രിയദർശിനി നടത്തേണ്ട അന്ന് തന്നെ തീരുമാനം. അത്രേ പറയുന്നു. എന്തായാലും സ്ത്രീകൾക്കുള്ള സൗജന്യ പദ്ധതിക്ക് ഇവർ എതിരല്ല. പക്ഷേ ഇവരുടെ പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള അടിയന്തര ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കും. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ സ്വന്തം നിലയ്ക്ക് പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി വന്നതുകൊണ്ട് സാമ്പത്തികമായ ഉണ്ടായ റൂട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഔദ്യോഗികമായ ഒരു കമ്മിറ്റി വെക്കുന്നതാണ്.
അവർ ആ കമ്മിറ്റിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട ആളുകൾ മൊഴി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാനാണല്ലോ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അത് ചെയ്യിച്ച ഒരു കൺസ്ട്രക്ഷൻ നിരക്ക് ആർക്കും ഒറ്റയടിക്ക് അവരുടെ നിലയ്ക്ക് മാറ്റുന്നത് ഒരു ഭംഗിയല്ല. അതൊരു വിദ്യാർത്ഥി സംഘടനകളൊക്കെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ളതല്ലേ. അത് വിദ്യാർത്ഥി സംഘടനകളായാലും ഗവൺമെൻറ് ആയാലും അത് അങ്ങനെ ഇഷ്ടം പോലെ വിരിക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും വിദ്യാർത്ഥി സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചോദിക്കാം, എന്താണ് അവരുടെ അഭിപ്രായം ചോദിക്കാം. അഭിമന്യു വധക്കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. 16 പ്രതികളാണ് കോടതിയിൽ ഹാജരായത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. ഡാനിയുണ്ട് വിവരങ്ങളുമായി. ഡാനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, തുടർ നടപടികൾ കേസിൻ്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കലുണ്ടായിരുന്നത്. ഇതിൽ 26 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. ഇതിൽ ആദ്യ 16 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. ഇനിയിപ്പോൾ കേസിൻ്റെ തുടർ നടപടികൾ 24ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാസം അന്നേ ദിവസം തന്നെയായിരിക്കും വിചാരണ എന്നു മുതൽ ആരംഭിക്കും എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതി തീർപ്പ് പറയുക. ഇതിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ആസൂത്രിതമായ ഗൂഢാലോചന, കുറ്റകരമായ ഗൂഢാലോചന, സംഘം ചേരൽ, മതസ്പർദ്ധ വളർത്തൽ, കൊലപാതകം തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർക്കെതിരെ എല്ലാം തന്നെ ചുമത്തിയിരിക്കുകയും ചെയ്തത്. 2018 ജൂലൈ 2-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മഹാരാജാസ് കോളേജിൽ SFIയും ക്യാമ്പസ് ഫ്രണ്ടും തമ്മിൽ ഇതിൽ സംഘർഷമുണ്ടാകുന്നത്. ഇതിലാണ് SFI നേതാവ് കൂടിയായ അഭിമന്യുവിനെ കുത്തേൽക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ കേസിൻ്റെ നാൾവഴികളിൽ NIA അടക്കം കടന്നു വരികയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. നിരവധിയായ പ്രതികൾ ഈ കേസിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ചിലർ ഒളിവിലായിരുന്നു. ഇവരെല്ലാം തന്നെയാണ് മുഴുവൻ പ്രതികളെയും ഒടുവിൽ NIA അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നടപടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിചാരണ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഇന്ന് 16 പ്രതികളാണ്, ആദ്യ 16 പ്രതികളാണ് ഇന്ന് CJM കോടതിയിലടക്കം ഹാജരായത്. ഇനി ഇപ്പോൾ 24-ന് വിചാരണ നടപടികൾ തുടങ്ങുന്ന തീയതി അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്യും. രേണുക, ശരി. ഡാനിപ്പോളാണ് വിവരങ്ങൾ. പത്തനംതിട്ടയിലെ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും യുവാവ് പരാതി നൽകി. അതേസമയം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI CPM പ്രവർത്തകർ കോന്നി കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വ്യാജ പരാതിയിൽ കസ്റ്റഡിയെടുത്ത യുവാവിന് ക്രൂരമായ പീഡനമാണ് പോലീസിന്റെ ഏൽക്കേണ്ടി വന്നത്. പോലീസ് കസ്റ്റഡിയെടുത്ത ഉടൻ തന്നെ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതിയിൽ പറയുന്നത്. എന്തായാലും വയറ്റിലും ചെവിയിലുമൊക്കെ പരിക്കേറ്റ ഒരവസ്ഥയിലാണ് ഈ യുവാവുള്ളത്. കൂടൽ പോലീസ് മഫ്തിയിൽ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ മഫ്തിയിൽ വീട്ടിലെത്തി യുവാവിനെ കസ്റ്റഡിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ബൂട്ട് ഇട്ട കാലുകൊണ്ട് ചവിട്ടുകയും ഇടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതായുള്ള പരാതിയിൽ പറയുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് ഈ പരാതിക്കാരനായ യുവാവ്. തന്നെ മർദ്ദിക്കരുത്, തനിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഇതൊന്നും വകവയ്ക്കാതെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവിൻ്റെ പരാതിയിൽ പറയുന്നത്. ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കുമെല്ലാം യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ യുവാവ് ചികിത്സ തേടിയിരിക്കുന്നത്. വ്യാജ പരാതിയാണെന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് എടുത്തു ചാടി പോലീസ് ഈ പ്രതികളായി സംശയിക്കുന്ന പ്രായപൂർത്തിയാകാത്തവരെ അടക്കം 6 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ കസ്റ്റഡിയെടുത്തതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവാവിന് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതേസമയം പെൺകുട്ടിയുടെ മൊഴി പിന്നീട് മാറ്റിപ്പറയുകയും വൈദ്യപരിശോധനയിൽ പീഡനം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ പോലീസിന് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് വളരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. CPMും DYFIയും സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. പോലീസിന് വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി കിട്ടിയ ഉടൻ തന്നെ കൃത്യമായ ഒരു പരിശോധനയോ അന്വേഷണമോ നടത്താതെ പ്രതികളെ പെട്ടെന്ന് തന്നെ സംശയിക്കുന്നവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് പോലീസ് മാറി എന്നുള്ളതാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വകുപ്പ് തല അന്വേഷണം ഒരുപക്ഷെ നടപടിയോ ഒരുപക്ഷെ ഈ പോലീസുകാർക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഹൃദ്രോഗിയായ യുവാവാണ്.
അവർക്കുണ്ടായ മാനനഷ്ടം. കാരണം കുടുംബവും ഇത് സംബന്ധിച്ച് ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രതികളായി സംശയിച്ചെന്ന് പറയുന്ന 4 പ്രായപൂർത്തിയാകാത്ത സഹപാഠികളുടെ വീട്ടുകാരും ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പോലീസിന് ഈ പരാതിയിൽ, ഈ പെൺകുട്ടിയുടെ വ്യാജ പരാതിയിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് നിലവിലത്തെ കണ്ടെത്തൽ. അതനുസരിച്ചുള്ള ചിലപ്പോൾ അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ ഈ കുറ്റക്കാരായ കൂടുതൽ എസ്ഐയും അതുപോലെ തന്നെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ മർദ്ദനത്തിൽ ശരീരത്തും ഒക്കെ പാടുകളിൽ മർദ്ദനമേറ്റ പാടുണ്ട്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഈ യുവാവ് ഇപ്പോൾ ചികിത്സയിലാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പാലാ നഗരസഭാ തർക്കത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയുമായി യോജിച്ചുള്ള പ്രവർത്തനം ഇല്ലെന്ന് ജോസ് കെ മാണി. വിഷയത്തിൽ പ്രാദേശിക നേതൃത്വം തീരുമാനമെടുക്കും. പാലാ നഗരസഭയെ അനാഥമാക്കില്ല. കോൺഗ്രസുമായി യോജിച്ചു പോകുമോ എന്നുള്ളത് മുൻബുദ്ധിയോടെയുള്ള ചോദ്യമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഏത് തരത്തിൽ വേണം തീരുമാനം? ഇവിടെ ഒരു അനാഥമായി പാലാ പോകാൻ പാടില്ല. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമുക്കറിയാം, ആ സ്വതന്ത്ര മുന്നണിയുമായി ബന്ധപ്പെട്ട് അവരെ ചില തീരുമാനങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അത് പാലായുടെ വികസനത്തിന് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പൊതുജനം പറയുന്നുണ്ട്. ഏതൊക്കെയാലും വരട്ടെ, അത് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാദേശിക നേതൃത്വം തീരുമാനിക്കും. എന്ത് കൂട്ടായ്മയാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആരെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് തീരുമാനം എടുത്ത് പോകാമായിരുന്നല്ലോ. അല്ല, അതൊന്നും ഞാൻ പറയില്ല. കാരണം ജനങ്ങളത് തിരഞ്ഞെടുത്തിരിക്കുന്നല്ല. ഞാൻ അവരെ അപമാനിക്കാനൊന്നും ഞാനില്ല. അവരുടെ തീരുമാനം വന്നു. ഞാൻ നിയമസഭയിൽ പരാജയപ്പെട്ട ആളല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പ്രത്യേകം മാണി സി കാപ്പനെ ഞാൻ അനുമോദിച്ച ആളാണ്. പറഞ്ഞ മനസ്സിലായില്ല. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് 100ഓളം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് PK ജേക്കബ്, സെക്രട്ടറി സാം ജോയ്ക്കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ വലഞ്ചുഴി തുടങ്ങിയ 100ലധികം പേരാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. ഇടതുപക്ഷത്തിന്റെ ഭരണവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ ചേർന്നതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് PK ജേക്കബ് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനം എടുത്തില്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ 99% പേരും ആഗ്രഹിക്കുന്നത് UDF-നോടൊപ്പമാണ് അവരുടെ മനസ്സ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞങ്ങളെല്ലാം ആഗ്രഹിച്ചു പാർട്ടി UDF-നൊപ്പം ചേർന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഞങ്ങൾ പ്രവർത്തകർ ആഗ്രഹിച്ചു UDF-ലേക്ക് പോകും എന്നുള്ളത്. പക്ഷേ അവിടെയും നടന്നില്ല. പിന്നീട് പ്രവർത്തകർ ഈ പറയുന്ന പാർട്ടി സീറോയിലെത്തി സംപൂജ്യന്മാരായി മാറി. ഈ പാർട്ടി ഈ ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെല്ലാം കൂടി ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് ഇന്ന് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഇന്ന് 100 പേരോളമാണ് ഇന്ന് മെമ്പർഷിപ്പ് അംഗത്വം സ്വീകരിച്ചത്. ഇനി അടുത്ത് 100 ആൾക്കാർ കൂടി ഇങ്ങോട്ട് ചേരാനായിട്ട് സന്നദ്ധം. LDF-ന്റെ ഭരണപരാജയം എന്ന് പറയുന്നത്, ഈ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ കർഷകർക്ക് വേണ്ടി ജന്മം കൊണ്ടൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. ഈ കേരള കോൺഗ്രസ് പാർട്ടി 10 വർഷക്കാലം 5 വർഷക്കാലം ഇടതുപക്ഷത്തും 10 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷം ഭരിച്ചിട്ട് റബ്ബറിന്റെ ഒരു താങ്ങുവില എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി താഴെപ്പോയി. പിണറായി സർക്കാരിന്റെ കാലത്ത് PSC നിയമനത്തിന് PC ചാക്കോ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവുമായി തോമസ് കെ തോമസ്. പാർട്ടി ഫണ്ടിൽ നിന്ന് 1.48 കോടി രൂപ PC ചാക്കോ തട്ടിയെടുത്തു. PC ചാക്കോയ്ക്ക് കേരളത്തിലെ NCPയുമായി ബന്ധമില്ല. ശരത് പവാർ തന്നെയാണ് പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. ഉറപ്പില്ല, കാരണം അവർ 2-3 പേരവിടെ നിൽക്കുന്നു. ഒന്ന്, PC ചാക്കോയ്ക്ക് കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് ശരത് പവാറിന്റെ. കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ മാറ്റുന്നത് നൂലെ കെട്ടി കൊണ്ടുവന്ന ഒരു പ്രസിഡന്റിനെ ഇറക്കിയിട്ടല്ല. കാരണം എന്താണ് ഈ പ്രസിഡന്റിനെ മാറ്റാൻ കാരണം? ഞങ്ങൾ 1,45,00,000 രൂപയോളം പിരിച്ചെടുത്തു. ആ കാശ് ഇരിക്കുന്നത് ശരിക്കും സംസ്ഥാന ട്രഷറിന്റെ അടുക്കലും PC ചാക്കോ എന്ന അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. 45 ലക്ഷം രൂപ മുടക്കി എറണാകുളത്തെ ഒരു ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഓണറും PC ചാക്കോയും തമ്മിൽ പിണങ്ങി. അത് PC ചാക്കോ എന്ന് പറഞ്ഞു, എൻ്റെ പൈസ എനിക്ക് തിരിച്ചു പോകണമെന്ന്. അയാൾ പറഞ്ഞ് തരാനൊക്കത്തില്ല. ആരാണ് നിലവിലെ പ്രസിഡന്റ്? ആ പ്രസിഡന്റിനും ട്രഷറർക്കും മാത്രമേ പൈസ കൊടുക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം നേരെ ബോംബെയിലോ ഡൽഹിയിലോ ചെന്ന് അവിടുന്ന് ലെറ്റർ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് പ്രസിഡന്റിനെ മാറ്റിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 45 ലക്ഷം രൂപ അടിച്ചു മാറ്റണം. അത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. സംസ്ഥാനത്ത് വൈദ്യുതി സംഭരിച്ചു വെക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങും. എൽനിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യത കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ഈ എൽനിനോ പ്രതിഭാസം കൊണ്ട്
രാജ്യത്തൊട്ടാകെ ഇതിന്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലഭ്യത കുറയുകയാണ്. പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് വലിയ പ്രതിസന്ധി വന്നപ്പോൾ അന്നത്തെ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങി വൈദ്യുതി മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ആലോചിക്കുന്നത് നമ്മള് ബാറ്ററി സ്റ്റോറേജാണ്. രാത്രി സമയത്ത് കൂടി വൈദ്യുതി സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന, സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററിയുടെ തിയറി എന്താണെന്ന് നമുക്കറിയാം. നേരത്തെ നമ്മള് ടോർച്ച് ലൈറ്റിൽ ഉപയോഗിച്ചത് ബാറ്ററിയാണ്. അപ്പൊ ആ ബാറ്ററിയെ ശക്തിപ്പെടുത്തി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് വരികയാണ് വൈദ്യുതിയുടെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം. അതിന് ചില പ്രൊജക്ടുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ വേണ്ടി അതാത് ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. അപ്പൊ മഴ കിട്ടും വൈദ്യുതി ഉത്പാദനം ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ആ കടം എടുത്തത്. ആ കടം തിരികെ കൊടുക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആവശ്യം വരുന്നു. അതിനുവേണ്ടി നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ പോലും ആ പരിമിതിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്ത് അപേക്ഷ കൊടുത്ത് അനുവാദം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രയാസമില്ലാതെ കടന്നു പോകാൻ വേണ്ടി എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിക്കുക. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയാണ്. മുംബൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാളങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. പ്രധാന റോഡുകളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുംബൈ പൂനെ സർവീസ് തടസ്സപ്പെട്ടു. എക്സ്പ്രസ് ഹൈവേയും പൂർണ്ണമായും അടച്ചു. മുംബൈയിൽ ഇന്ന് സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധിയാണ്. മുംബൈയിൽ 3 നില കെട്ടിടം തകർന്നു വീണ് 4 സ്ത്രീകളടക്കം 6 പേർ മരിച്ചിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ മരണം 14ആയി. കനത്ത മഴയിൽ കിഷ്ത്വാറിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി. ഒട്ടേറെ വാഹനങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങി. വൈദ്യുതി പദ്ധതിയുടെ സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടെ ദോഡ കിഷ്ത്വാർ പാത അടച്ചു. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിലാണ് സന്ദർശനം. വൈകിട്ട് പ്രധാനമന്ത്രി ജക്കാർത്തയിലെത്തും. പ്രസിഡന്റ് പ്രാബോ സുബിയാന്റോയുടെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. ആസിയാനിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്തോനേഷ്യ. മലാക്ക കടലിടുക്കിൽ സമുദ്രപാതയിലെ സുരക്ഷ, പ്രതിരോധം, വ്യാപാരം, ഊർജം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അടക്കമുള്ള മേഖലകളിൽ സഹകരണം ചർച്ചയാകും. ഓസ്ട്രേലിയയിലെത്തുന്ന മോദി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ച നടത്തും. മെൽബണിൽ വ്യവസായികളുമായി കൂടിക്കാഴ്ചയുണ്ട്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടും മോദി സന്ദർശിക്കും. 40 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നു എന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട്. പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി ഇരു രാജ്യങ്ങളും വിലയിരുത്തും. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങി. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത്. ട്രംപിന് മരണമെന്ന വലിയ ബാനറുകൾ ഉയർത്തിയ ജനങ്ങൾ തുടർച്ചയായി US-ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. നാളെ ഖോമിലെത്തുന്ന മൃതദേഹം മറ്റന്നാൾ ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലും വലം വയ്ക്കും. തുടർന്ന് വ്യാഴാഴ്ച ഖമനയുടെ ജന്മനാടായ മഷാദിൽ മൃതദേഹം സംസ്കരിക്കും. ചടങ്ങുകൾക്ക് ഇതുവരെ നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയെ എത്തിയിട്ടില്ല. വമ്പൻ സംഭാവന കൊള്ള അന്വേഷണം നടക്കുന്നതിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗം ഇന്ന് അയോധ്യയിൽ അല്പസമയത്തിനുള്ളിൽ നടക്കും. ആരോപണ നിഴലിൽ നിൽക്കുന്ന ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. രാമക്ഷേത്രത്തിലേക്ക് നൽകിയ 5 കോടി രൂപ ചെലവിൽ സ്വർണവും വെള്ളിയും പൂശിയ പേജുകളിൽ നിർമ്മിച്ച രാമചരിതമാനസ് ഗ്രന്ഥം ഇപ്പോൾ കാണാനില്ലെന്ന് മുൻ ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മി നാരായണന്റെ പരാതിയടക്കം തട്ടിപ്പിന്റെ വ്യാപ്തി കൂട്ടുന്ന നിരവധി പരാതികളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി അടുത്ത തിങ്കളാഴ്ച. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് വിധി പറയാൻ നിശ്ചയിച്ച കേസ് മാറ്റിവെച്ചത്. 4 സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ചെന്താമരയ്ക്ക് ശിക്ഷ വാങ്ങി നൽകാൻ പര്യാപ്തമാണെന്നാണ് പ്രോസിക്യൂഷന്റെ അവകാശവാദം. ചെന്താമര ഇനി പുറത്തിറങ്ങരുതെന്നും നിയമം അനുശാസിക്കുന്ന വലിയ ശിക്ഷ തന്നെ കോടതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മകൾ അഖില പറഞ്ഞു. നാടിനെ നടുക്കിയ കോളിളക്കം സൃഷ്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് പറയാനിരുന്ന വിധി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ജഡ്ജി മാറ്റിവെച്ചത്. കേസിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂട്ടർക്കുള്ളത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും
അനുകൂല വിധി ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷി വിസ്താരത്തിൽ 4 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ചെന്താമരയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും ഒരു ബന്ധുവും പ്രധാന സാക്ഷിയായിട്ടുള്ള മറ്റൊരാളും. എന്നാൽ ഈ കൂറുമാറ്റം കേസിനെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് എം വിജയകുമാർ പറയുന്നത്. കേസിൽ പരമാവധി ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൾറെഡി ഒരു കേസിൽ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പനിഷ്മെന്റ് കോടതി കൊടുക്കുന്നതാണ് വിശ്വാസം. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹമെന്ന് മരിച്ച സുധാകരന്റെ മകൾ അഖില പറഞ്ഞു. അഖിലയുടെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും കൊന്നത് ചെന്താമരയാണ്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ചെന്താമര എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവനും അത് ഭീഷണിയാണ്. ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ചെന്താമരയെപ്പോലെ ആരെങ്കിലും കണ്ടാൽ വലിയ പേടി തോന്നാറുണ്ടെന്നും ചെന്താമര ഇനി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും കോടതി നീതി നൽകണമെന്നും അഖില ആവശ്യപ്പെട്ടു. അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. 2025 ജനുവരി 27-നായിരുന്നു നാടിനെ നടക്കിയ ഈ ഇരട്ടക്കൊലപാതകം നടന്നത്. 2019 സജിതയെ ചെന്താമര കൊന്നിരുന്നു. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി സജിതയുടെ ഭർത്താവ് സുധാകരനെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. തൻ്റെ കുടുംബം അകലാൻ കാരണം അടുത്ത വീട്ടിലെ നീണ്ട മുടിയുള്ള സ്ത്രീയാണെന്ന ഒരു അന്ധവിശ്വാസത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നലിനെ തുടർന്നാണ് ചെന്താമര ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ പരമാവധി ശിക്ഷ നൽകണമെന്നും ആണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നാട് കാത്തിരിക്കുന്ന ആ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. കഴിഞ്ഞ വിധി, അതായത് 2019 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചത്. ഈ ഇരട്ട കൊലപാതക കേസിൽ കോടതി ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക? ഈ ഒരു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ചെന്താമരയെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാകുമോ എന്നുള്ളതൊക്കെ തന്നെ അടുത്ത തിങ്കളാഴ്ച അറിയാം. എന്നാണെങ്കിലും കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ച പ്രസ്താവിക്കുമെന്നാണ് കോടതി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. അഖിലോട്ട് പറഞ്ഞപ്പം CB അനുമോദ്, ന്യൂസ് 18. കണ്ണൂർ പൂമംഗലം കൊടിലേരി പാലത്തിന് സമീപം ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരൻ മരിച്ചു. പരിയാരം കോരൻപീടിക സ്വദേശികളുടെ മകൻ മുഹമ്മദ് നജ്മാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ തോട്ടിൽ കാണാതായത്. പാലക്കാട് ആദിവാസി യുവാവ് പനി ബാധിച്ച് മരിച്ചു. കരിമ്പ സ്വദേശി 22-കാരൻ മണികണ്ഠനാണ് മരിച്ചത്. പനി ബാധിച്ചിട്ട് ദിവസങ്ങളായെങ്കിലും യുവാവ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ശനിയാഴ്ച വരെ ഇയാൾ ജോലിക്കും പോയിരുന്നു. രോഗം മൂർച്ഛിച്ച അവശനായ മണികണ്ഠനെ ഞായറാഴ്ച വൈകിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എലിവിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 18-കാരി മരിച്ചു. കാസർഗോഡ് കോട്ലു ചെട്ടുംകുഴി ഇസത്ത് നഗർ SM മൻസിലിലെ അബ്ദുൾ മനാഫിന്റെ മകൾ ആമിന ന്യൂസയാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജൂൺ 25-നാണ് ആമിന ന്യൂസിയെ അവശനിലയിൽ ചെങ്കള ഇന്ദിരാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൊല്ലം കുണ്ടറയിൽ റോഡരികിൽ നിന്നവരെ വാഹനമിടിച്ച് തെറിപ്പിച്ചു. ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബൈക്കിൽ കയറാൻ തുടങ്ങിയവരെയാണ് കാർ നിയന്ത്രണം വിട്ടുവന്ന് ഇടിച്ചു തെറിപ്പിച്ചത്. പരിക്കേറ്റ ഇരുവരെയും കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ചക്കക്കൊമ്പൻ സിങ്കുകണ്ടം സ്വദേശിയുടെ വീട് ഭാഗികമായി തകർത്തു. നാളുകളായി പ്രദേശത്ത് ചക്കക്കൊമ്പന്റെ സാന്നിധ്യം ജനങ്ങളെ കടുത്ത ഭീതിയിലാഴ്ത്തുകയാണ്. ചിന്നക്കനാലിൽ കാട്ടാന ഭീതി ഒഴിയുന്നില്ല.
സിംഗുകണ്ഠം സ്വദേശിയായ മുരുകന് വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പ്രദേശത്ത് സ്ഥിരമായി ഇറങ്ങാറുള്ള ചക്കക്കൊമ്പൻ എന്ന കാട്ടാനയാണ് വീടിനെ ആക്രമിച്ചത്. വീടിന്റെ മുൻഭാഗവും മുൻവാതിലും ആന പൂർണ്ണമായി തകർത്തു. ആക്രമണം നടത്തുന്ന സമയത്ത് വീട്ടിൽ ആളുകളില്ലാതിരുന്നതിലാണ് വലിയൊരു അപകടം ഒഴിവായത്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ചിന്നക്കനാൽ, സിംഗുകുടം മേഖലകളിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നകറ്റാൻ വനംവകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വന്യജീവി മനുഷ്യ സംഘർഷം പതിവാകുന്ന ഇടുക്കിയുടെ മലയോര മേഖലകളിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ലോകകപ്പ് വാർത്ത. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിൽ ഇന്ന് യൂറോപ്യൻ ഭീമന്മാരുടെ നേർക്കുനേർ പോരാട്ടം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനും പോർച്ചുഗലും ഇന്ന് ഏറ്റുമുട്ടും. ഡാളസിൽ രാത്രി 12:30 മത്സരം. ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിനിന്റെ ഇതുവരെയുള്ള മുന്നേറ്റം. ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും യുവ സെൻസേഷൻ ലാമിൻ യമാലും നേർക്കുനേർ വരുമ്പോൾ അത്യുഗ്രൻ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. അവസാന ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇന്നാണ് ഏറ്റവും കടുപ്പം. യൂറോപ്പിന്റെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ സർവ്വസന്നാഹവും പുറത്തിറക്കിയാലേ പോർച്ചുഗലിന് മുന്നേറാനാകൂ. ഒറ്റ ടീമായി ഒരു മനസ്സോടെ പ്രയത്നിച്ചാലേ സ്പാനിഷ് കുറ്റന്മാരെ പിടിച്ചുകെട്ടാൻ പറങ്കിപ്പടയ്ക്ക് കഴിയും. ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ അവസാന നിമിഷം വരെ പോരാടിയാണ് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലെത്തിയത്. പേരുകേട്ട മധ്യനിരയുണ്ടെങ്കിലും ക്രിയാത്മകമാവാൻ ഇതുവരെ ബ്രൂണോ ഫെർണാണ്ടസിനും കൂട്ടാളികൾക്കും കഴിഞ്ഞിട്ടില്ല. റൊണാൾഡോയ്ക്ക് പന്തെത്തിക്കാൻ കഴിയാതെ പോയാൽ ഒരുപക്ഷെ അവരുടെ ക്യാപ്റ്റന് ഇന്ന് അവസാന ലോകകപ്പ് മത്സരമാകാം. ഈ ഒരു ഘട്ടത്തിൽ റൊണാൾഡോ മടങ്ങുന്നത് ലോകകപ്പിന് തന്നെ നിറം കുറയ്ക്കും. മറുവശത്ത് ലാമിൻ യമാലിന്റെ ചിറകിൽ പുതിയ വേഗം കണ്ടെത്തി കുതിക്കുകയാണ് സ്പെയിൻ. കളിച്ച 4 മത്സരങ്ങളിലും ഒരൊറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല അവർ. ലാമിൻ യമാൽ, ന്യൂനോ മെൻഡസ് പോരാട്ടത്തിനാകും ഡാളസ് വേദിയാകാൻ പോകുന്നത്. ഒയർസബാലും ഡാനി ഓൾമോയും യമാലിന്റെ കരുത്തുകൂട്ടും. ലപ്പോട്ടയും പോറോയും കുക്കുരേലയും പ്രതിരോധത്തെ കടുകട്ടിയാക്കുന്നു. അയൽക്കാരായ സ്പെയിനും പോർച്ചുഗലും 41 തവണ ഏറ്റുമുട്ടി. 17 തവണ സ്പെയിൻ ജയിച്ചപ്പോൾ പോർച്ചുഗൽ തലയെടുപ്പ് കാട്ടിയത് 6 തവണ മാത്രം. അവസാനം ഏറ്റുമുട്ടിയ നേഷൻ ലീഗ് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലാണ് വിജയം നേടിയത്. ഐബീരിയൻ ഡെർബി എന്ന് വിളിക്കുന്ന പോരിൽ തലമുറകളുടെ ഏറ്റുമുട്ടലാണ്. 2004 ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ആദ്യ രാജ്യാന്തര ഗോൾ നേടുമ്പോൾ ലാമിൻ യമാൽ ജനിച്ചിട്ട് പോലുമില്ല. 2006 റൊണാൾഡോ ആദ്യമായി ലോകകപ്പിനെത്തുമ്പോഴും യമാലില്ല. പരിചയസമ്പത്തിന് യുവത്വത്തിന് മുന്നിൽ വിജയം നേടാൻ കഴിയുമോ എന്ന് ഇന്നറിയാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ആവേശകരമായ മറ്റൊരു മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 5:30 സീഡ്നിയിലെ ലുമെൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളും 7 തവണ ഏറ്റുമുട്ടിയപ്പോൾ 6 തവണയും ബെൽജിയമാണ് ജയിച്ചത്. ഒരു തവണ മാത്രമാണ് USന്റെ ജയം. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ 1-2 ഗോളുകൾക്ക് ബെൽജിയം USAയെ തോൽപ്പിച്ചിരുന്നു. എന്നാൽ ആതിഥേയരായതിനാൽ ലഭിക്കുന്ന വലിയ ആരാധക പിന്തുണ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 ഗോളുകൾ കട്ടിമറിച്ച് നോർവേ ക്വാർട്ടർ ഫൈനലിൽ. എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ നെയ്മർ ബ്രസീലിനായി ആശ്വാസ ഗോൾ കണ്ടെത്തി. 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലുമായിരുന്നു എർലിംഗ് ഹാളണ്ടിന്റെ ഗോളുകൾ. ആൻഡ്രിയാസ് ഷെൻഡ്രൂപ്പിന്റെ ക്രോസിൽ നിന്നാണ് എർലിംഗ് ഹാലണ്ട് ഹെഡറിലൂടെ ആദ്യ ഗോൾ നേടുന്നത്. നിശ്ചിത സമയം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഷെൽഡ്രൂപ്പിന്റെ അസിസ്റ്റിൽ നിന്ന് തന്നെ ഹാളണ്ട് ലീഡ് 2 ഇരട്ട ഗോളുകളോടെ ഹാളണ്ട് ഈ ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 7 ഉയർത്തി. ലീഡെടുക്കാനുള്ള സുവർണാവസരം 10-ാം മിനിറ്റിൽ ബ്രസീൽ പാഴാക്കി. മത്തേയൂസ് കുഞ്ഞയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി കിക്ക് എടുത്ത മിഡ്ഫീൽഡർ ബ്രൂണോ ഗിമാറസിന്റെ ഷോട്ട് നോർവീജിയൻ ഗോൾ കീപ്പർ ഓറിയൻ നെയ്ലാൻഡ് തട്ടിയകറ്റി. 1998 ലോകകപ്പിലും 2-1 ബ്രസീലിനെ നോർവേ തോൽപ്പിച്ചത്. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം നെയ്മർ ജൂനിയർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ നോർവേക്കെതിരായ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. 16 വർഷം നീണ്ട കരിയറിൽ 80 തവണയാണ് നെയ്മർ ബ്രസീലിന് വേണ്ടി സ്കോർ ചെയ്തത്. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിപ്പിച്ചു ബ്രസീലുകാരുടെ സുൽത്താൻ. കരഞ്ഞുകലങ്ങിയ കണ്ണോടെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നും നെയ്മർ തിരികെ കയറി. 2010 ഇതേ മൈതാനത്തായിരുന്നു അരങ്ങേറ്റം.
130 മത്സരങ്ങൾ, 80 ഗോളുകൾ. ബ്രസീലിന്റെ ഗോൾ വേട്ടക്കാരിൽ പെലെയ്ക്ക് മുകളിൽ പേരെഴുതി വെച്ചാണ് മടക്കം. നോർവേക്കെതിരായ തോൽവിക്ക് ശേഷം അരങ്ങേറ്റ മത്സരം കളിച്ച അതേ കളത്തിൽ മുട്ടുകുത്തി മുഖം മറച്ച് നെയ്മറായിരുന്നു. അരങ്ങേറ്റ വേദിയിൽ കണ്ണീർ മടക്കം. തളർന്നുപോയ നായകനെ ആശ്വസിപ്പിക്കാൻ സഹതാരങ്ങൾ ഓടിയെത്തി. (2014) മുതൽ 4 ലോകകപ്പുകളിൽ ബ്രസീൽ ജേഴ്സി അണിഞ്ഞു 34-കാരനായ നെയ്മർ. പരുക്കുകൾ തളർത്തിയ കരിയറായിട്ട് പോലും നെയ്മറുടെ തിളക്കത്തിന് കുറവില്ല. 2023 ഒക്ടോബറിൽ പരുക്കേറ്റ ശേഷം ഈ ലോകകപ്പിലാണ് പിന്നീട് നെയ്മർ പന്തു തട്ടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ രണ്ടാം പകുതിയിൽ പകരക്കാരനെത്തിയ നെയ്മർ നോർവേക്കെതിരായ പ്രീ ക്വാർട്ടറിലും രണ്ടാം പകുതിയിലെ സബ്സ്റ്റിറ്റ്യൂട്ടായി. അവസാന മത്സരത്തിലും ഗോൾ നേടിയാണ് മടക്കം. ബ്രസീലിന്റെ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ ഈ പേരുമുണ്ടാകും. പക്ഷേ ലോകകപ്പ് നേടാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം ബാക്കി. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയുടെ കടുത്ത വെല്ലുവിളി അതിജീവിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ. 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ വിജയം. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ജെറൽ ക്വാൻസ ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തായതോടെ 10 പേരുമായാണ് ഇംഗ്ലണ്ട് കളിച്ചത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച മെക്സിക്കോയ്ക്കെതിരെ കൗണ്ടർ അറ്റാക്കുകളിലൂടെയാണ് ഇംഗ്ലണ്ട് മുന്നേറിയത്. മെക്സിക്കോ ആധിപത്യം പുലർത്തുന്നതിനിടെ 36-ാം മിനിറ്റിലും 38-ാം മിനിറ്റിലും ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന് വേണ്ടി സ്കോർ ചെയ്തു. 2 ഗോൾ വഴങ്ങിയിട്ടും ആക്രമണം തുടർന്ന മെക്സിക്കോ 42-ാം മിനിറ്റിൽ ആദ്യ ഗോൾ കണ്ടെത്തി. 60-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഹാരി കെയ്ൻ ഗോളാക്കിയതോടെ 3-1 മുന്നിലെത്തി ഇംഗ്ലണ്ട്. 69-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ തന്നെ മെക്സിക്കോയും സ്കോർ ചെയ്തു. സമനിലയ്ക്കായി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അവസാന വിസിൽ വരെ ഇംഗ്ലണ്ട് പ്രതിരോധിച്ചു നിന്നു. നോർവേയാണ് ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിന് എതിരായത്. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ചെന്താമര കാരണം കുപ്രസിദ്ധമായ ഇടമാണ് നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനി. അയൽവാസികളായ സജിതയെയും ഭർത്താവ് സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര അരുംകൊല ചെയ്തപ്പോൾ വിറങ്ങലിച്ചു പോയതാണ് ഈ നാടിന്റെ മനസാക്ഷി. ഇന്നിപ്പോൾ ഈ നാട് പ്രതീക്ഷിക്കുന്നത് ചെന്താമരയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ്. ചെന്താമരയെ പേടിച്ച അയൽവാസിയായ പുഷ്പ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റി. ഇന്നിപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന ചെന്താമരയുടെയും സുധാകരന്റെയും ഒക്കെ വീടുകൾ ഈ നാടിനും നാട്ടുകാർക്കും പേടിപ്പിക്കുന്ന ഓർമ്മകളാണ്. ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. ഇനി ഒരിക്കലും ചെന്താമര പുറത്തിറങ്ങരുത്. കോടതി നീതി നൽകണം. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെന്താമരയുടെ പേരിൽ കുപ്രസിദ്ധമായ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇരട്ട കൊലപാതകം കേരളത്തെ മുഴുവൻ നടുക്കിയതാണ്. ആ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ആ കേസിൻ്റെ വിധി അത് പറയാനിരിക്കുകയാണ്. എന്താണെങ്കിലും സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും അതിനു മുൻപ് സുധാകരൻ്റെ ഭാര്യ സജിതയെയൊക്കെ കൊന്നത് ചെന്താമരയാണ്. ആ ചെന്താമരയുടെ വീടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ കാട് പിടിച്ച് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് ചെന്താമര ഒരു പേടിയാണ്, ഭീഷണിയാണ്. ചെന്താമരയുടെ ഭീഷണി ഭയന്ന് ഇവിടെ നിന്നും താമസം മാറിയവരുണ്ട്. അങ്ങനെ താമസം മാറിയ പുഷ്പയുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ സ്വന്തമായിട്ട് വീടും സ്ഥലവും ഉള്ള പുഷ്പ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കാരണം ഒന്ന് ചെന്താമര മാത്രമാണ്. ചെന്താമരയുടെ ഭീഷണി ഭയന്നാണ് പുഷ്പ ഇവിടെ നിന്നും താമസം മാറിയതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാരണം ജയിലിലാണെങ്കിലും ഒരുപക്ഷെ ജയിൽ ചാടി വന്നാൽ വീണ്ടും തൻ്റെ ജീവനൊക്കെ ഭീഷണി ഉണ്ടാകുമെന്ന് പുഷ്പ ഭയക്കുന്നുണ്ട്. ഇതാണ് മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീട്. സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും സജിതയുടെയൊക്കെ കൊലപാതകം നടന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് സുധാകരൻ കൊല്ലപ്പെട്ടത്. ഈ വഴി ബൈക്കിൽ വരുമ്പോൾ ചെന്താമര അവിടെ നിന്നും വന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇവിടെ വെച്ചാണ് സുധാകരൻ കൊല്ലപ്പെട്ടത്. കുറച്ച് മുന്നോട്ട് നീങ്ങി വീടിന് മുൻപിൽ വെച്ചാണ് ഇത് കേട്ട് ഓടിയെത്തിയ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. അതിനുശേഷം ചെന്താമര ഇതുവഴി കാട്ടിലേക്ക് പോയി രക്ഷപ്പെടുകയായിരുന്നു. ഇതാണ് സുധാകരൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. സുധാകരൻ്റെ മക്കൾ ഇപ്പോൾ ചിതലയിലാണ് താമസം. അവരൊന്നും ഇവിടേക്ക് വരാൻ കഴിയുന്നൊരവസ്ഥയിലല്ല. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല എന്ന തീരുമാനത്തിലാണ്
സുധാകരൻ്റെ മക്കളുള്ളത്. അങ്ങനെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ അപൂർവ ഡിസൈനുകളുടെ വിസ്മയ കാഴ്ചയൊരുക്കി ആർട്ട് ഹിസ്റ്ററി ഷോയ്ക്ക് തുടക്കമായി. പരമ്പരാഗതവും ആധുനികവുമായ ഡിസൈനുകളുള്ള ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത്. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട്, പോൾക്കി, ജെം സ്റ്റോൺസ് എന്നിവ തീർത്ത ആഭരണ ശേഖരമാണ് ഷോയുടെ പ്രധാന ആകർഷണം. ആഭരണങ്ങളിലെ അപൂർവമായ കരവിരുതും ഡിസൈനിലെ പ്രത്യേകതകളും ആസ്വദിക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആർട്ട് ഹിസ്റ്ററി ഷോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രമുഖ ചലച്ചിത്ര നടി അതിഥി രവി നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് R അബ്ദുൾ ജലീൽ എന്നിവരടങ്ങുന്ന മാനേജ്മെന്റ് സംഘവും വിശിഷ്ടാതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും അനുയോജ്യമായ പ്രത്യേക കളക്ഷനുകളുള്ള പ്രദർശനം ജൂലൈ 20 വരെ നീണ്ടുനിൽക്കും. 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഷോ കാലിക്കറ്റ് ആർട്ടിസ്റ്റ് സ്റ്റോറിൽ ഇന്ന് മുതൽ 18 ദിവസമാണ് അതിൻ്റെ ഷോ വരുന്നത്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൽ ഏറ്റവും പുതിയ വെറൈറ്റീസ്, ഏറ്റവും പുതിയ ഡിസൈൻസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ സബ് ബ്രാൻഡുകളായ എത്നിക്സിലും ഡയമണ്ട്സിലും ഇറ, അൺകട്ട്, പൊൾക്കി, പ്രഷ്യ നിരവധി ഡിസൈനുകൾ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവർക്കനുസരിച്ചുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ഫാക്ടറിയിലും അതുപോലെ തന്നെ വിദേശത്തു നിന്നൊക്കെയുള്ള പല ഡിസൈൻസും നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 18 ദിവസം നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണാൻ എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. കേരളത്തിലെ പ്രമുഖ സോളാർ ബ്രാൻഡായ റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഫ്രാഞ്ചൈസി തിരുവനന്തപുരം ജില്ലയിലെ കാച്ചാണിയിൽ പ്രവർത്തനം തുടങ്ങി. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് റെനർജിയുടെ 40ാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. 26 വർഷത്തെ സേവന പാരമ്പര്യവും കേരളത്തിലുടനീളം 8000-ന് പുറത്ത് സോളാർ ഉപഭോക്താക്കളുമുള്ള റെനർജി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനികളിലൊന്നാണ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,105 രൂപ, പവന് 88,840 രൂപ. വെള്ളി ഗ്രാമിന് 245 രൂപ, കിലോയ്ക്ക് 2,45,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. നവമി ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.